എടത്വാ പള്ളിയിൽ വാണരുളും പുണ്യവാനേ നമോവാകം, പുണ്യവാനേ നമോവാകം. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു ഇടവകയാണ് സെൻറ്റ് ജോർജ് ഫൊറോന പള്ളി എടത്വ. 1810 സ്ഥാപിതമായ ഈ പള്ളിയിൽ ആദിമകാലം മുതൽ തന്നെ, പള്ളിയുടെ പ്രാരംഭകാലം മുതൽ തന്നെ മാർ ഗീവർഗീസ് സഹദായിയുടെ തിരുനാൾ സവിശേഷമായ രീതിയിൽ ആഘോഷിച്ചു വരുന്നുണ്ട്. ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ പ്രദേശത്ത് നിന്ന്, ഇന്നത്തെ കന്യാകുമാരി ഈ ജില്ലയിൽ നിന്നും, തൂത്തുക്കുടി ഭാഗത്തു നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്ന് തീരദേശത്തുള്ള ആളുകൾ കൂടുതലായും ഈ തിരുനാളിന് വന്നു ചേരുന്നുണ്ട്. മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നിന്നും, മലബാർ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഈ പള്ളിയിൽ തീർത്ഥാടനം നടത്താറുണ്ട്, പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പെരുന്നാൾ ദിനങ്ങളിൽ മാത്രമല്ല, ആണ്ടുവട്ടത്തിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ തീർത്ഥാടകരുടെ സാന്നിധ്യം നമുക്ക് ഈ പള്ളിയിൽ കാണാനായിട്ട് പറ്റും. മാർ ഗീവർഗീസ് സഹദായിയോടുള്ള അവരുടെ വലിയ ഭക്തിയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലുള്ള അവരുടെ വിശ്വാസവുമാണ് ആളുകൾ ഇവിടെ എത്തിച്ചേരാൻ കാരണമാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ വർഷവും തിരുനാൾ ആഘോഷങ്ങൾ ഏപ്രിൽ മാസം 27 ആരംഭിച്ച് മെയ് മാസം 14 8 കൂടിയാണ് അവസാനിക്കുക. മെയ് മാസം 3 മാർ ഗീവർഗീസ് സഹദായിയുടെ തിരുസ്വരൂപം പള്ളിയുടെ ആനവാതിലിന് സമീപം സ്ഥാപിക്കും. അന്നു മുതൽ തീർത്ഥാടകരുടെ ഗണ്യമായിട്ടുള്ള ഒഴുക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. 6-7 തീയതികളിലാണ്, മെയ് 6-7 തീയതികളിലാണ് പ്രധാന തിരുനാൾ ദിനങ്ങൾ. അന്ന് ഈ 2 ദിവസവും പള്ളി ചുറ്റി പ്രദക്ഷിണം ഉണ്ടാകും. മാത്രമല്ല, 8 തീയതി മുതൽ ഇടവക്കാരുടെ, നാട്ടുകാരുടെ തിരുനാളായി ആഘോഷിക്കുന്നു. 14 തീയതി ടൗണിലുള്ള കുരിശടിയിലേക്ക് പ്രദക്ഷിണമുണ്ട്. ആ പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറക്കോടുകൂടി തിരുനാൾ അവസാനിക്കും. തിരുനാൾ ദിനങ്ങളിലെല്ലാം തമിഴിലും മലയാളത്തിലും പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുന്നുണ്ട്. വെളുപ്പിനെ 4:30 ആദ്യത്തെ കുർബാന, അത് തമിഴിലാണ്. തുടർന്ന് നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ഓരോ അവസരത്തിലും പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. എടത്വ പള്ളി ഭാരതത്തിലെ തന്നെ പ്രമുഖമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ്. ഒരുപക്ഷെ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരിയായി ഒരു സർവ്വമത തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. കേരളത്തിനകത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമുള്ള നിരവധി തീർത്ഥാടകരാണ് ഇവിടെ ദിനംപ്രതി എന്നോണം എത്താറുള്ളത്. പ്രത്യേകിച്ച് തിരുനാൾ സമയത്ത് ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ തിരുനാൾ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും തമിഴ്നാട്ടിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ പിന്നിൽ നമ്മൾ കാലങ്ങളായി പറഞ്ഞു വരുന്ന ഒരു ചരിത്രമെന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ റോഡ് മാർഗം ഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മലമ്പ്രദേശങ്ങളിൽ നിന്ന് വാണിജ്യ വസ്തുക്കൾ, പ്രത്യേകിച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ കൊല്ലത്തെത്തിച്ചിട്ട് വലിയ കേവ് വള്ളങ്ങളിൽ ആലപ്പുഴ തുറമുഖത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് കപ്പലിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഈ രീതിയിൽ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ജലപാത എന്ന് പറയുന്നത് എടത്വ പള്ളിയുടെ മുൻവശത്തു കൂടി കടന്നു പോകുന്ന പമ്പാ നദി കൂടിയായിരുന്നു. അത്തരം ഒരു സാഹചര്യം ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാർ കൂടിയായിരുന്നു. കൊല്ലത്ത് നിന്ന് ഒരു സമയത്ത് നിരവധി വള്ളങ്ങളുടെ ഒരു വലിയ ഗ്രൂപ്പായി കടന്നു പോകുമ്പോൾ ഇന്ന് കാണുന്ന പമ്പാ നദിയേക്കാൾ വളരെ വിശാലമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. കാറും കോളും നിറഞ്ഞ ഒരു ദിവസം പലവ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ മലഞ്ചരക്കുകളുമൊക്കെ ആയിട്ട് വള്ളത്തിൽ വന്ന ആളുകൾ ഈ കാറും കോളിലും അകപ്പെട്ട് അവരുടെ വള്ളം വലിയ തോതിൽ അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ തമിഴ്നാട്ടുകാരായ കച്ചവടക്കാർ വള്ളത്തിൽ നിന്നുകൊണ്ട് ഗീവർഗീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നടത്തിയതിൻ്റെ ഫലമായിട്ട്
ആ ആളുകൾ അപകടകരമായ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് വള്ളത്തിലാണ് വന്നിരുന്നെങ്കിൽ അതിനുശേഷം ആളുകൾ ഈ വാർത്ത വലിയ തോതിൽ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇതുവഴി പോകുന്ന കച്ചവടക്കാരെല്ലാം അപകടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടത്വ പള്ളിയിലെത്തുകയും എടത്വ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ സന്നിധിയിലെത്തി കാണിക്ക അർപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം പതിവായിരുന്നു. വാഹനങ്ങളുടെ വരവോടുകൂടി എടത്വ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം തമിഴ്നാട്ടിൽ നിന്ന് വളരെ അധികമായിട്ട് വർദ്ധിച്ചു. തമിഴ്നാട്ടിലേക്ക് പോകുന്ന യാത്രയിലൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ചരിത്രം, ആയിരക്കണക്കിന് ആളുകൾ വരുന്ന തമിഴ് ഗ്രാമങ്ങളിലൂടെ നിരവധി തവണ സഞ്ചരിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആ നാട്ടിലുള്ള മനുഷ്യർക്ക് എടത്വ പ്രദേശത്തോ കേരളത്തിലോ ഉള്ള ആളുകളെക്കാൾ കൂടുതലായിട്ടുള്ള ഭക്തി വിശുദ്ധ ഗീവർഗീസിനോ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ ഏറ്റവും വലിയ പ്രത്യേകത, തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ ഇവിടെ എത്തിയാൽ കുറേ ആളുകൾ കൊടിയേറ്റുന്ന ദിവസം മുതൽ തിരുനാളിൻ്റെ പ്രധാന ദിവസമായ 7-ാം തീയതി വരെ ഇവിടെയുള്ള സ്കൂളുകളിലും കോളേജിലുമൊക്കെ തങ്ങി പെരുന്നാൾ ആഘോഷിക്കുന്ന മനുഷ്യരുണ്ട്. കുറേയധികം ആളുകൾ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപം ദേവാലയത്തിന് പുറത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന മെയ് മാസം 3-ാം തീയതി വരികയും അവർ 7-ാം തീയതി തിരികെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, തിരുനാൾ കാലത്ത് എടത്വയിലേക്ക് എത്തുന്ന ഏതൊരു മനുഷ്യനും ഇത് തമിഴ്നാടാണോ എന്ന സംശയം ഉണ്ടാകത്തക്ക തരത്തിൽ തമിഴിലുള്ള ഭക്തകർമ്മങ്ങൾ നിരവധിയായി നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. കാരണം ഇവിടെയുള്ള തീർത്ഥാടകർ, ഇവിടെയുള്ള ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും തമിഴ് വിശ്വാസികളാണ് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചുണ്ടാവുക. എടത്വ പള്ളിയുടെ പ്രസിദ്ധി ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ തമിഴ് മക്കളുടെ വലിയ പ്രത്യേകമായിട്ടുള്ള പിന്തുണയുണ്ട് എന്നുള്ളത് നിസ്തർക്കം പറയാവുന്ന സംഗതിയാണ്. തമിഴ് മക്കൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ ഉണ്ടായതായിട്ട് നിരവധി ആളുകളുടെ വായിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്കും ഈ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായി പരാമർശിക്കുന്ന കാര്യമാണ്. ഈ ദേവാലയത്തിൽ കൊടിയേറുന്ന സമയത്ത് ദേവാലയത്തിലെ കൊടിയേറ്റുന്ന ആ കൊടിക്കയർ തമിഴ്നാട്ടിലെ ഭക്തരാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രത്യേകമായ രീതിയിൽ സമ്മാനിക്കുന്നത്. അവർ നൽകുന്ന പട്ടുനൂലിൽ നെയ്തെടുത്ത കയറിലാണ് എടത്വ പള്ളിയുടെ തിരുനാളിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റ് കർമ്മം നടത്തുന്നത്. അതുപോലെ തന്നെ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനമായ, ഒരുപക്ഷെ കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്തിൽ മറ്റൊരു സ്ഥലത്തുമോ തിരുനാളിൻ്റെ ആ പ്രധാന ദിനമായ മെയ് 7-ന് മാത്രം പുറത്തേക്കെടുക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപം അത് സംവഹിക്കാനുള്ള അവകാശം ഈ പ്രദേശത്തെ ആളുകൾക്കോ ഇടവകക്കാരായിട്ടുള്ള ആളുകൾക്കോ അല്ല എന്നുള്ളത് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. തിരുനാളിൻ്റെ തിരുസ്വരൂപം സംവഹിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറുകണക്കായിട്ടുള്ള ഭക്തരാണ്. ആ ആളുകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ നാട്ടിൽ പ്രത്യേകമായ രീതിയിൽ വ്രതമെടുത്ത് ഈ തിരുനാളിൽ പങ്കെടുക്കുന്നതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തിയാണ് എടത്വ പള്ളിയിലേക്ക് എത്താറുള്ളത്. തിരുനാളിൻ്റെ ഏറ്റവും വിജയകരമായ പ്രവർത്തനങ്ങളിൽ തമിഴ് മക്കളുടെയും ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരുടെയും സാന്നിധ്യവും പ്രവർത്തനവും ഏറ്റവും ആത്മാർത്ഥമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. വലിയ തോതിൽ തമിഴ്നാട്ടിൽ എടത്വ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹത്തെക്കുറിച്ച് വലിയ തോതിലുള്ള പ്രത്യേകമായിട്ടുള്ള പരാമർശങ്ങൾ സ്ഥിരമായി നടക്കാറുണ്ട് എന്നുള്ളത് ഞാനും നിരവധി തവണ സാക്ഷിയായിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും, മലയാളികളും തമിഴ്നാട്ടുകാരും ഇതര ദേശക്കാരുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. തിരുനാൾ ആഘോഷങ്ങൾ കേവലം ബാഹ്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, പെരുന്നാളിനോടനുബന്ധിച്ച് ലഭ്യമാകുന്ന പള്ളിക്ക് ലഭിക്കുന്ന നേർച്ചയിൽ സിംഹഭാഗവും സാധുക്കളായിട്ടുള്ള മനുഷ്യരുടെ ഉദ്ധാരണത്തിനായിട്ടാണ് പള്ളി വിനിയോഗിക്കുക. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വർത്തിക്കുന്ന ഒരു ഇടവക സമൂഹമാണ് എടത്വ ഇടവക. 1810 ഈ ഇടവക ആരംഭിക്കുന്നത്. 1880-കളിൽ തന്നെ, അല്ലെങ്കിൽ 80-കളുടെ അവസാനത്തോടുകൂടി 1895 തന്നെ ഇവിടെ സ്കൂള് ആരംഭിച്ചു. പള്ളിമുറ്റത്തൊരു സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കണം എന്ന ഈ ഇടവക്കാരുടെ ആഗ്രഹവുമായി അവർ ചങ്ങനാശ്ശേരിയുടെ
അന്നത്തെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയുടെ ആദ്യത്തെ മെത്രാൻ അഭിവന്ധ്യ മാർ ചാൾസ് ലെവീൻ തിരുമേനിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം സ്വർണ്ണക്കൊടി മരത്തിന് പകരം നിങ്ങൾ സ്കൂളുകൾ സ്ഥാപിക്കുവിൻ എന്നാണ് ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് അവർ സ്കൂളുകൾ ആരംഭിച്ചു. ഇന്ന് പള്ളിക്ക് 3 LP സ്കൂളുകളുണ്ട്, 2 ഹൈസ്കൂളുകളുണ്ട്. സെൻറ്റ് ലൂഷ്യസ് ബോയ്സ് ഹൈസ്കൂളും സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളും. അതോടൊപ്പം സെൻറ്റ് ലൂഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. മാത്രമല്ല ഒരു NAC A ഗ്രേഡ് അക്രഡിറ്റേഷനുള്ള സെൻറ്റ് ലൂഷ്യസ് കോളേജും ഈ പള്ളിയുടേതായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ജോർജിയൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ CBSE സിലബസിൽ ഒരു ജൂനിയർ കോളേജും പ്രവർത്തിക്കുന്നുണ്ട്. പള്ളിയോടനുബന്ധിച്ചൊരു ITI ജെസ്യൂട്ട് അച്ഛന്മാരുടെ നേതൃത്വത്തിലും പ്രവർത്തിക്കുന്നു. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ സാധുക്കളായിട്ടുള്ള ആളുകളെ സഹായിക്കാനായി ഈ ഇടവക വിനിയോഗിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആയിരുന്നല്ലോ. അതിനോടനുബന്ധിച്ച് പ്രത്യാശ ഭവനങ്ങൾ പള്ളി പണിത് കൊടുക്കുകയുണ്ടായി. 30 പേർക്ക് സ്വന്തം വീട് പൂർണ്ണമായിട്ടും പള്ളിയിൽ നിർമ്മിച്ചു കൊടുത്തു. ഏതാണ്ട് 90-ലധികം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനും പള്ളിക്ക് സാധിച്ചു. സാധുക്കളായിട്ടുള്ള ഇടവകങ്ങൾക്കും ഇടവാതിർത്തി താമസിക്കുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും എല്ലാ മാസവും നിശ്ചിത പെൻഷൻ കൊടുക്കുന്ന ഒരു പള്ളിക്കുണ്ട്. ഓരോ മാസവും സാധുക്കളായിട്ടുള്ള ആളുകളുടെ ചികിത്സാർത്ഥവും വിദ്യാഭ്യാസത്തിനും ഒക്കെയായി വളരെയധികം സഹായം ചെയ്യുന്ന പദ്ധതികളും ഈ ഇടവകയുടേതായിട്ടുണ്ട്. എടത്തുവ പള്ളിയിലെ തിരുസ്വരൂപം ഒരു പ്രത്യേകമായ ശൈലിയിലുള്ള രൂപമാണ്. ഒരുപക്ഷെ ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും കാണാത്ത തരത്തിലുള്ള പ്രത്യേകതകളുള്ള ഒരു രൂപം കൂടിയാണ്. ഈ രൂപം എടത്തുവ പള്ളിയിലേക്ക് വന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. എടത്തുവ പള്ളി 2 നൂറ്റാണ്ട് മുമ്പ് പണിയുന്ന സമയം ദേവാലയം പണിത് കഴിയുമ്പോൾ ഇതിൽ സ്ഥാപിക്കുന്ന രൂപത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രദേശത്ത് സജീവമായി. ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതന്മാരും ആ കാലഘട്ടത്തിൽ പള്ളിയുടെ നടത്തിപ്പുകാരുമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ രൂപം എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ എടത്തുവ ഇടവകയിൽപ്പെട്ട ചങ്ങങ്കരി വലിയ വീട്ടിൽ കത്തനാർ എന്ന് പറയുന്ന എറണാകുളം ഇടപ്പള്ളി പള്ളിയിൽ മുൻകാലത്ത് വികാരിയായി സേവനം ചെയ്ത ഒരു പുരോഹിതൻ ഈ ഇടവകയിൽ തന്നെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വലിയ വീട്ടിൽ അച്ഛൻ അന്ന് ഇടവക ജനങ്ങളോട് പറഞ്ഞു, കൊച്ചി എടപ്പള്ളിയിലെ പള്ളിയിൽ അവിടെ ഒരു രൂപം ഉപയോഗശൂന്യമായിട്ട് പള്ളിയിൽ കിടപ്പുണ്ട്. നമുക്ക് ആ രൂപം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ ആ സ്വരൂപം പ്രതിഷ്ഠിക്കാമെന്നുള്ള ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട ഗീവർഗീസ് കത്തനാർ പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാലഘട്ടത്തിൽ മെത്രാനായിരുന്ന റെയ്നോൾഡ് മെത്രാനെ കൃത്യമായി ആ വിവരങ്ങൾ ധരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി എടത്തുവായിൽ നിന്ന് പുരോഹിതരും എടത്തുവായിലെ പ്രമാണിമാരായിട്ടുള്ള ഇടവക ജനങ്ങളുമെല്ലാം കളിവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി എടപ്പള്ളിയിലെത്തുകയും അവിടെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഈ തിരുസ്വരൂപം അവിടെ നിന്ന് അവർ എടുത്തുകൊണ്ട് പോരുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഉള്ളത്. ഇത് അവിടെ നിന്ന് എടുത്ത് വള്ളത്തിലാണ് യാത്ര ചെയ്യുന്നത്. വള്ളത്തിലേക്ക് എടുക്കുമ്പോൾ തന്നെ എടപ്പള്ളി പള്ളിയിൽ വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രപരമായി നമ്മൾ കൈമാറുന്ന ഒരു വിശ്വാസം. അവിടെ പള്ളിക്ക് തീപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആളുകൾക്ക് എന്തോ പ്രത്യേകതകൾ ആ രൂപത്തിനുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ എടത്തുവായിൽ നിന്ന് പോയ ആളുകൾ വളരെ വേഗത്തിൽ തന്നെ കളിവള്ളത്തിൽ ഈ രൂപം എടത്തുവായിൽ എത്തിക്കുകയും പള്ളിയിൽ അത് സുരക്ഷിതമായി സ്ഥാപിക്കാൻ പറ്റത്തില്ല എന്നൊരു തിരിച്ചറിവിൽ എടത്തുവായി ഇടവകയിൽ തന്നെ പെട്ട പാണ്ടങ്കരി ഊരാംവേലിൽ തറവാട്ടിലെ അറയിലാണ് കുറേ കാലം ഈ വിശുദ്ധൻ്റെ തിരുസ്വരൂപം സൂക്ഷിച്ചത്. ദേവാലയം വളരെ സുരക്ഷിതമായി വിശുദ്ധൻ്റെ തിരുസ്വരൂപം വെക്കത്തക്ക രീതിയിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ ആഘോഷമായി ഊരാംവേലിൽ തറവാട്ടിൽ നിന്നാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന തിരുസ്വരൂപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ രൂപം നമ്മൾ കാണുമ്പോൾ നമ്മളെ നോക്കുന്ന തരത്തിലെങ്കിൽ ഈ രൂപം വശങ്ങളിലേക്ക് ചെരിഞ്ഞ് എല്ലാവരെയും നോക്കുന്ന തരത്തിലാണ്. ഈ രൂപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു കാലഘട്ടത്തിൽ ഇടപ്പള്ളി പള്ളിയിൽ ഉപേക്ഷിക്കപ്പെട്ട വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപം
ലോകത്തിനു മുഴുവൻ വെളിച്ചമായി എടത്വ പള്ളിയുടെ അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. വിശുദ്ധൻ്റെ സാന്നിധ്യത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, മധ്യസ്ഥത്തിലൂടെ ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കായ തീർത്ഥാടകർക്ക് 2 നൂറ്റാണ്ടിന് മുകളിലായി നിരവധി അനുഗ്രഹങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എടത്വ പള്ളിയിൽ വാണരുളും